നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ NTPCയിൽ തന്നെയാണ് ട്രേഡ് എടുത്തത്. ഓൾറെഡി നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സംഭവിച്ചേക്കുന്നത് ലോസ് ആണ്. 126 രൂപ 75 പൈസ ലോസ് ആണ്. ഞാൻ നിങ്ങളെ ട്രേഡ് ബുക്ക് ഒന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ബൈ ചെയ്തത് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9:36 ക്യാൻഡലിൽ നമ്മൾ ബൈ ചെയ്തു. നമുക്ക് കിട്ടിയ പ്രൈസ് 392 രൂപ 70 പൈസയ്ക്ക് നമ്മൾ ബൈ ചെയ്തു. നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത് ലോസിലാണ്. 2 രൂപ താഴെ 390 രൂപ 75 പൈസയ്ക്ക് നമ്മൾ 9:46 ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ആ ട്രേഡ് എക്സിറ്റായി. അപ്പോൾ 126 രൂപ 75 പൈസയാണ് ഇന്ന് നമുക്ക് ലോസ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ചാർട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ എൻട്രി എക്സിറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ 1:2 നമ്മൾ അടയാളപ്പെടുത്തിയതാണ്. അത് ഇന്നലത്തെ ഡേ ഹൈക്ക് മുകളിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം താഴത്തേക്ക് നല്ല രീതിയിൽ 2 ക്യാൻഡിലുകൾ പുഷ് ചെയ്തു. ഇത് മാർക്കറ്റിൻ്റെ മധ്യഭാഗമാണ്. മാർക്കറ്റിൻ്റെ മധ്യഭാഗത്തെ ഇവിടെ ടച്ച് ചെയ്തു. ഈ ടച്ച് ചെയ്ത് റിവേഴ്സായ ക്യാൻഡിൽ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2-3 ക്യാൻഡിലുകൾ താഴത്തേക്ക് പുഷ് ചെയ്തതുകൊണ്ട് സെല്ലേഴ്സ് ഏകദേശം ഇവിടെ വന്നിട്ട് സെല്ലേഴ്സിൻ്റെ പവർ നഷ്ടപ്പെട്ടു എന്നൊരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട്, ഈ മധ്യഭാഗത്തെ സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് ബൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് വരുന്നത് 1:2 മിനിമം അല്ലെങ്കിൽ 1:3 ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ 1:3 വരെ എടുക്കുക എന്നതായിരുന്നു ഇന്ന് മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിനൊക്കെ കാരണം നമ്മൾ ഇത് മാത്രമല്ല, ഇത് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ പോയ സമയത്ത് നമ്മുടെ ഇൻഡെക്സ് ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുള്ളിഷാണ് ആ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് കുറച്ച് നേരം ഡൗൺ ട്രെൻഡ് പോയതിന് ശേഷം തിരികെ വരും എന്നൊരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നലെ ഈ ഒരു പോയിന്റിലാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകും എന്നതും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മളവിടെ ട്രേഡ് എടുത്തത്. ഓക്കെ, നമ്മൾ ട്രേഡ് ഇവിടെ എടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ചെറിയൊരു റെഡ് വെച്ചു. അപ്പോൾ നമ്മൾ കരുതി ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും വരും. എന്നാൽ തൊട്ടടുത്ത ക്യാൻഡിൽ നല്ലൊരു ഡൗൺഫോൾ തന്നു. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ക്യാൻഡിലിൻ്റെ ഏകദേശം ലോ ആയിരുന്നു. ഇവിടെയാണ് 5.5% മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ കണക്കൂട്ടി വെച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഇത് ആ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റോപ്പ് ലോസും എടുത്തു. ഇന്നലെ സപ്പോർട്ട് എടുത്ത അതേ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ വരെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇപ്പോഴും നമ്മുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോഴും. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ തിരിഞ്ഞല്ലോ, ഈ ഒരു റെഡ് ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്ത് ഇത് പോരുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇതൊന്ന് മുകളിലേക്ക് വന്ന് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലോ ഇല്ലെങ്കിൽ തൊട്ട് താഴെയോ, നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ചിനും ഇതിനും ഇടയ്ക്കോ ഇല്ലെങ്കിൽ അതിന് മുകളിലോ പോയി ക്ലോസ് ചെയ്യും എന്നാണ് നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് നോക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ എൻട്രി എടുത്തത് ഇവിടുന്നാണ്. കൃത്യമായൊരു എൻട്രി ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷേ നമുക്കറിയാലോ, മാർക്കറ്റിന് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്, അതിനെന്തും ചെയ്യാം. മാർക്കറ്റ് അതിൻ്റെ സ്വാതന്ത്ര്യം എടുത്തു, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് റിവാർഡാണ്. അത് നമ്മൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനൊന്നുമല്ല, നമ്മൾ നല്ല ആശ്വാസത്തിലാണ്. അതിൻ്റെ കാരണം ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ 52 ദിവസം ഇന്നും കൂടെ കണക്ക് കൂട്ടുമ്പോൾ 52 ട്രേഡിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് കേവലം 109 രൂപ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു സമയം, അതായത് ഒരു 40 ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം 30,000 രൂപ മുതൽ ഒരു 40,000 50,000 രൂപയൊക്കെ നമ്മൾ ലോസായിട്ട് കൊടുക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. ആ ചരിത്രമെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് നമ്മൾ ലോസ് എന്ന് പറയുന്നത് കേവലം 109 രൂപ എന്നിലേക്ക് കുറയ്ക്കാൻ പറ്റിയെന്ന് പറയുന്നത് ചെറിയൊരു ആശ്വാസമല്ല, അത് വലിയൊരു ആശ്വാസമാണ്. ഒപ്പം തന്നെ മനസ്സിലാക്കണം,
നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ദിവസം നമുക്കിത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം. ഇതൊരു അബദ്ധം സംഭവിച്ചതാണ്. ഇത്രയും ലോസ് നമ്മൾ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. ബിക്കോസ് അതൊരു വലിയ എന്താ പറയുക, ആ ഹറിബറിയിൽ ചെയ്തപ്പോൾ വലിയൊരു അബദ്ധം സംഭവിച്ചതാണ്. ആ ഒരു അബദ്ധം സംഭവിച്ചിട്ട് പോലും നമ്മുടെ ലോസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ആ അബദ്ധം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും നെറ്റ് ഒരു 700 രൂപ 800 രൂപ പ്രോഫിറ്റിൽ നിന്നേനെ. അപ്പോൾ മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചു. അതായത് നമ്മളൊരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റൂള് നിങ്ങൾക്ക് പലവട്ടം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് ലൈനിന് തൊട്ട് ചേർന്ന് റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നമ്മൾ ബൈ ചെയ്യും. സപ്പോർട്ട് ലൈനോട് തൊട്ട് ചേർന്ന് ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴെ നമ്മൾ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ താഴത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടടുപ്പിച്ച് ഒരു ഗ്രീൻ ക്യാൻഡലിനും അതിൻ്റെ താഴത്ത് നമുക്ക് സെല്ല് ചെയ്യണമായിരുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, പ്ലസ് ഇവിടെ ഒരു നല്ല സപ്പോർട്ട് കിടപ്പുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെല്ല് ചെയ്തില്ല, ഇവിടെ ബൈ ചെയ്തു. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ റൂൾ എന്താണോ അതിനെ 100% നമ്മൾ വിശ്വസിക്കുക, അതിനെ നമ്മൾ പരിപൂർണമായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ റൂൾസിൽ തെറ്റ് വരുത്തിയാൽ, അതായത് നമ്മൾ തന്നെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ആ നിയമം നമ്മൾ തന്നെ തെറ്റിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഹ്യൂജ് ലോസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതർവൈസ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്കൊരു ഡിസിപ്ലിൻ, അച്ചടക്കമില്ലായ്മയാണ് ഒരു ട്രേഡർ തോറ്റുപോകാനുള്ള ഏറ്റവും വലിയ കാരണം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു മെഷീനെ പോലെ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ആ രീതിയെ നമ്മൾ വിശ്വസിക്കുക, ആ രീതിയിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് വരും എന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു. ഏകദേശം അതൊക്കെ തന്നെയാണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവറോളത്തെ മാർക്കറ്റ് നോക്കിക്കഴിയുമ്പോഴും അതൊരു റിവേഴ്സലിനുള്ള സിഗ്നലൊന്നും ഓൾറെഡി തന്നിട്ടില്ല. ഇവിടെയാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. ഇപ്പോൾ അത് നിൽക്കുന്നത് നമുക്കറിയാം, ഇതിൻ്റെ കൃത്യമൊരു മധ്യഭാഗം ടച്ച് ചെയ്ത് നിൽക്കുവാണ്. ഇവിടുന്ന് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം, പക്ഷേ അതിൻ്റെ സിഗ്നലൊന്നും ആയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ട്രേഡറുടെ വിജയം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, അയാൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ വേറെ ഏതൊരു ജോലി ചെയ്യാൻ പോയാലും നമുക്കറിയാം, അവിടെയൊക്കെ തന്നെ നമ്മളെ മാത്രം മാനേജ് ചെയ്താൽ പോരാ. നമ്മളിപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ എഗെയിൻസ്റ്റ് ഒരാൾ നമുക്കെതിരെ ഇരിപ്പുണ്ടാകും, അയാളെ നമ്മൾ കൺവിൻസ് ചെയ്യണം. നമുക്ക് ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ, കൺവിൻസ് ചെയ്യപ്പെടണോ വേണ്ടയോ എന്നതൊക്കെ അയാളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലല്ല ഒരു കൺട്രോളും ഉള്ളത്. അതർവൈസ് നമ്മൾ ജീവിതത്തിൽ വേറെ ഏത് മേഖലയിൽ ജോലി ചെയ്താലും അവിടെയൊക്കെ നമ്മൾ മറ്റ് മനുഷ്യരുമായിട്ട് ഇടപെടണം. അവരുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ വിജയവും തോൽവിയും എല്ലാം ഇരിക്കുന്നത് എങ്കിൽ അതിനെ അപേക്ഷിച്ച് മറ്റ് ആൾക്കാരുമായിട്ട് നേരിട്ടിടപെടേണ്ട അവസ്ഥ ട്രേഡിങ്ങിൽ വരുന്നില്ല. നമ്മളൊരു തീരുമാനം എടുത്ത് ഡിസിപ്ലിനോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, മറിച്ച് മറ്റൊരാളോടുമല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇന്ന് സംഭവിച്ചേക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലെന്ന് വെച്ചോളുക. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത് നടത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് തന്നെ ബിഗ് പ്ലെയേഴ്സിന്, നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് മറ്റൊരാളുടെ പ്രോഫിറ്റായിട്ട് വരുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടാകാൻ സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ കുറച്ചധികം പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകാം, ഒപ്പം ഇന്നത്തെ ഡേ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകാം. ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ വലിയൊരു മൂവ് നമുക്ക് മുകളിലേക്ക് കാണാൻ കഴിയേണ്ടതാണ്. ബിക്കോസ് അവിടെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇപ്പോൾ സെല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന ബൈയിങ് ഓർഡർ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ബൈ ചെയ്ത് അത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടനവധി സ്ട്രാറ്റജീസ് കാണാൻ പറ്റും. പല സ്ട്രാറ്റജീസിൻ്റെ ലോജിക്ക് എന്താണെന്ന് പോലും നമുക്ക് കൃത്യമായി ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ, അതായത് ഒരു ലോജിക്ക് നമുക്ക് തോന്നാത്ത സ്ട്രാറ്റജിയിൽ പോലും അത് കൃത്യമായി ഫോളോ ചെയ്ത് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വിജയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പൂർണ്ണമായി കൺട്രോളുള്ളൊരു കാര്യമാണ്. നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു 10% വെയിറ്റേജ് മാത്രം നമ്മൾ സ്ട്രാറ്റജിക്ക് കൊടുത്താൽ മതി.
ബാക്കി 90% വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിന്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനാണ്. അതിലാണ് നമ്മുടെ വിജയവും പരാജയവും എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. അതർവൈസ് നമ്മളുടെ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യപ്പെടുന്നത്, മാനസിക ധൈര്യം ചെക്ക് ചെയ്യപ്പെടുന്നതും അവിടെയാണ്. നമ്മൾ 1-2 റൂൾസ് ഉണ്ടാക്കി വെക്കുന്നു, അതിനെ എത്രമാത്രം വിശ്വസിക്കുന്നു, അതിലെത്രമാത്രം നമ്മൾ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് മാനസികമായി. അങ്ങനെ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വിജയിക്കുകയല്ലാതെ തോക്കാൻ യാതൊരുവിധ മാർഗവുമില്ല. അപ്പോൾ നമ്മുടെ തന്നെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2-2.5 വർഷക്കാലത്തോളം നമ്മൾ ഹ്യൂജ് ലോസുകളാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഒരു ട്രേഡിംഗ് സെഷൻ ഇപ്പോൾ ഒരു മാസം ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും പ്രോഫിറ്റിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്, അതായത് ഒരു 20 ദിവസമൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായിട്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 0 കാണിക്കും. ഓക്കെ, അതായത് ഈ നെഗറ്റീവ് ബാലൻസ് മിനിമം 15,000-ന് മുകളിൽ കാണിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ മാസം വന്നിട്ട് പ്രോഫിറ്റ് കാണിച്ചു, അതിൻ്റെ മുമ്പത്തെ മാസം 600 ഇഷ്ടം രൂപയെ ലോസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ അബദ്ധം നമ്മൾ പറഞ്ഞു. ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അബദ്ധം കയറി വന്നിരുന്നില്ല എങ്കിൽ നമ്മൾ ആ മാസവും പ്രോഫിറ്റിൽ വന്നേനെ. ഒപ്പം അതെടുത്ത് മാറ്റിക്കഴിഞ്ഞ് ഈ മാസവും നമ്മൾ പ്രോഫിറ്റിലാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ വിജയിക്കുന്നു, ഇല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നു, തോറ്റിട്ടില്ല നമ്മൾ. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഡിസിപ്ലിൻ, അച്ചടക്കം കയറി വന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ അച്ചടക്കം, അതും കൂടെ നമുക്കൊന്ന് വിശദമാക്കാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കാണും. എന്നിട്ട് ഇന്ന് കണ്ട വീഡിയോ കൊള്ളാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ തൊട്ട് അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടി, 2 ദിവസം പ്രോഫിറ്റ് കിട്ടി. മനസ്സിലാക്കുക, ഈ പ്രോഫിറ്റ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റുകൾ ചെറിയ ചെറിയ പ്രോഫിറ്റാണ്. ഒന്ന് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നുള്ളതിനകത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓർഡർ ബുക്കിൽ വന്നു കഴിഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ പിന്നിലേക്കുള്ള ഇപ്പോൾ NTPCയിൽ ചെയ്ത എല്ലാ ദിവസവും, അതിപ്പോൾ ഡേ 1 ആയിക്കോട്ടെ, ഈ ലാസ്റ്റ് ഡേ ആയിക്കോട്ടെ, NTPCയിൽ ചെയ്ത എല്ലാ ദിവസവും നമ്മൾ ക്വാണ്ടിറ്റി 65 എടുത്തേക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഇവിടെ 65 ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 5,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ 5,000 രൂപ അറൗണ്ട് 5,000 റുപ്പീസിൻ്റെ ട്രേഡേ നമ്മൾ എടുക്കത്തുള്ളൂ. അത് ഇതിലല്ല, ഏത് സ്റ്റോക്കിൽ വന്നാലും ആ സ്റ്റോക്കിൽ അറൗണ്ട് 5,000 റുപ്പീസിൻ്റെ ട്രേഡേ നമ്മൾ എടുക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പത്തെ നമ്മുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി എത്ര എടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 15,000 അല്ലെങ്കിൽ 20,000 അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ എൻ്റയർ ക്യാപിറ്റൽ എത്രയാണോ ലിവറേജ് കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഫുൾ എമൗണ്ടിനങ്ങ് ട്രേഡ് എടുക്കുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നാളെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെറുതായി. അവിടെ പോയിട്ട് നമ്മൾ നാളെ ഫുൾ എമൗണ്ടിന് ട്രേഡ് എടുത്താൽ എന്താ സംഭവിക്കുന്നത്, ഇന്നലെ എടുത്ത ക്വാണ്ടിറ്റി നമുക്ക് അതേ സ്റ്റോക്കിൽ ഇന്ന് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് കുറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷ്രിങ്ക് ചെയ്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് അറിയുന്നില്ല. ഇതിനകത്തെ മാത്തമാറ്റിക്സ് സൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉള്ളി നമുക്ക് എടുക്കുന്ന ട്രേഡുകൾ വിൻ ചെയ്യുക എന്നത് മാത്രമാണ്. ആക്ച്വലി എടുക്കുന്ന ട്രേഡ് വിൻ ചെയ്തോ ലോസ് അടിച്ചോ എന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോ ദിവസവും ട്രേഡ് എടുക്കുമ്പോൾ എത്ര രൂപയുടെ ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് 5,000 എടുത്തതെങ്കിൽ ഈ മാസം മുഴുവൻ നമ്മൾ 5,000 തന്നെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ആവറേജ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് ഇന്ന് നമുക്ക് പറ്റിയ ലോസ് സംഭവിച്ചപ്പോൾ എത്ര രൂപ ലോസ് സംഭവിച്ചു? 126. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഈ മാസം ആദ്യ ദിവസം മുതൽ, അതായത് 1-ാം തീയതി 128, 2-ാമത്തെ ദിവസം 117, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസം നമ്മൾ 302 കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചാൽ 2 ട്രേഡ് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ ദിവസവും ഒരേ ക്വാണ്ടിറ്റി തന്നെ എടുക്കുക. അതർവൈസ് ഒരേ ക്വാണ്ടിറ്റിയിലേക്കാൾ ഉപരി നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഒരു ട്രേഡിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന 10,000 ആയിരിക്കും, 20,000 ആയിരിക്കും, എത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ മാസം ട്രേഡ് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ 5,000 രൂപയുടെ ട്രേഡാണ് എടുത്തതെങ്കിൽ പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി അത് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. കാരണം എല്ലാ ദിവസത്തെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരേ എമൗണ്ട് ആവണം. അങ്ങനെ ഒരേ എമൗണ്ടിൽ അത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഒരേ എമൗണ്ടിൽ അത് നിലനിർത്തണമെങ്കിൽ ഒന്ന്, ഈ ക്വാണ്ടിറ്റി ഫിക്സഡ് ആയിരിക്കണം, നമ്മൾ ഇറക്കുന്ന എമൗണ്ട് ഫിക്സഡ് ആയിരിക്കണം. 5,000 രൂപ എന്ന് വെച്ചാൽ 5,000 രൂപ മാത്രമായിരിക്കണം. 2, ഈ ട്രേഡ്, ഒരു ട്രേഡ് എടുത്തു നമ്മൾ ലോസ് അടിച്ച് നിർത്തി, അപ്പോൾ 128 രൂപയിൽ നിന്നു. ഈ എല്ലാ ദിവസങ്ങളിലും ഈ 128 രൂപയ്ക്ക് ഉള്ളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിന്നു. പക്ഷേ ഈ ദിവസം വന്നിട്ട് അതിൻ്റെ ഇരട്ടിയായി.
അപ്പോൾ എന്താ അവിടെ സംഭവിച്ചേക്കുന്നത്? ഇവിടെ നമ്മൾ 2 ട്രേഡ് എടുത്തു, ഈ ഒരു ദിവസം 2 ട്രേഡ് എടുത്തു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ അച്ചടക്കം നമ്മൾ വയലേറ്റ് ചെയ്തു അല്ലേ, ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്തു. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് വളരെ വേഗത്തിൽ നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡ് എടുത്തിരുന്നുള്ളെങ്കിലോ ഇതിൻ്റെ പകുതി 150 രൂപയിൽ നിന്നേനെ. ഇങ്ങോട്ട് നോക്കിയോ, ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കാണാം 123, 123, 123, 126. ഇവിടെ വന്നപ്പോൾ ലോസ് 57. ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത? അതായത് അന്നത്തെ ദിവസം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല, 3 മണിയോട് കൂടിയായിരിക്കും നമ്മൾ എക്സിറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നെറ്റ് ലോസിലായിരിക്കും നിന്നേക്കുന്നത്, അതുകൊണ്ട് അത് സംഭവിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോസിൻ്റെ എമൗണ്ടിൻ്റെ അളവ് കൂടത്തില്ല ഒരിക്കലും നമ്മൾ ഈ ഒരു ഡിസിപ്ലിനോടുകൂടെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ട്രേഡ് ചെയ്തപ്പോൾ നമ്മൾ പല സ്റ്റോക്കുകൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്, ഒരേ സ്റ്റോക്കിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്തു? ഒരു സ്റ്റോക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇനി ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഒരു സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ എലിജിബിൾ ആകണമെങ്കിൽ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസും ഒപ്പം 1% ടാർഗറ്റും വെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ATR ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് മിനിമം 2%-ന് മുകളിലുള്ള സ്റ്റോക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ നമുക്ക് എത്ര നാൾ വേണേലും ട്രേഡ് എടുത്തുകൊണ്ടിരിക്കാം. അണ്ടിൽ എപ്പോഴാണ് ഇതിൻ്റെ ATR 2% താഴെ പോകുന്നത് വരെ നമ്മളുടെ ആ സ്റ്റോക്ക് എലിജിബിളാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ 3% അതിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ 2% വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ്ലി ഇതിൽ തന്നെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു 2.5-3 കൊല്ലം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നതുകൊണ്ടിട്ടാണ് നമുക്കിവിടെ ലോസിൻ്റെ സൈസ് വളരെയധികം കുറയ്ക്കാൻ പറ്റിയത്. 2 തവണ അക്കൗണ്ട് വാഷ് ചെയ്യേണ്ട സമയം നമ്മൾ ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട്? ഈ ഡിസിപ്ലിൻ ഒന്ന് വന്നതുകൊണ്ട്. ഈ ഡിസിപ്ലിൻ വരാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്നാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ജേണൽ ലൈഫിൽ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മെയ് 6-ാം തീയതിയാണ് മുതലുള്ള ട്രേഡിലാണ് നമ്മൾ ജേണൽ എടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് മൊത്തം ഈ ജേണൽ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മളിത് എഴുതിയിരുന്നില്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വലിയ ലോസുകളൊക്കെ കൊടുത്തിട്ട് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അക്കൗണ്ട് 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞേ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ജേണൽ എഴുതുമ്പോൾ ഓരോ ദിവസവും നമുക്കറിയാം എന്താണ് എൻ്റെ പൊസിഷൻ, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതറിയുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ പോലും ഞാൻ വളരെ ഹാപ്പിയാണ്. വേറൊന്നും കൊണ്ടല്ല, 2 തവണ അക്കൗണ്ട് വാഷ് ഔട്ട് ആകേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ അച്ചടക്കം കൊണ്ടുവരിക. ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടാകും. നിങ്ങൾക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒരു ലോജിക്കും അതിനുണ്ടാകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു നിങ്ങൾക്ക് സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് തിരഞ്ഞെടുത്താൽ മിനിമം ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയമെന്ന് പറയുന്നത് 100 ഡേയ്സ് നിങ്ങൾ മിനിമം ടെസ്റ്റ് ചെയ്യണം. കാരണം 100 ദിവസം ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആവറേജ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് 52 ദിവസം ചെയ്തു, മെജോറിറ്റി ഡേ 27 ദിവസം ലോസാണ്, 25 ഡേയ്സേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ ചെറിയ ലോസിലാണ്. അബദ്ധം സംഭവിച്ച ദിവസം ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ എന്താണ്, വിന്നിലല്ല, നമ്പർ ഓഫ് വിന്നിലല്ല കാര്യം, നിങ്ങളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്ക് 10% വെയിറ്റേജ് കൊടുത്താൽ മതി. സോ ഏതൊരു സ്ട്രാറ്റജിയും നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. ആ സ്ട്രാറ്റജി നിങ്ങൾ മിനിമം ഒരു ലോങ് ടൈം, അതായത് 100 ഡേയ്സ് എങ്കിലും നിങ്ങൾ മിനിമം അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് എഴുതി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. 100 ദിവസം ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ എത്ര ലോസ് കിട്ടി. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, 100 ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഡിസിപ്ലിനോടുകൂടെ, അതായത് എല്ലാ ദിവസവും എടുക്കുന്ന ക്വാണ്ടിറ്റി ഫിക്സഡ് ആയിരിക്കണം, കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് ഫിക്സഡ് ആയിരിക്കണം, നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം ഫിക്സഡ് ആയിരിക്കണം. അതിപ്പോൾ 2 ട്രേഡ് ഒരു ദിവസം എടുക്കുമെന്ന് വാശിയുള്ള ആൾ എടുത്തോ, എല്ലാ ദിവസവും പക്ഷേ 2 ട്രേഡ് എടുത്തോണം. ചില ദിവസങ്ങളിൽ 1 ട്രേഡ്, ചില ദിവസങ്ങളിൽ 2 ട്രേഡ്, അങ്ങനെ ആവരുത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഡിസിപ്ലിനോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അയാൾ 100 ദിവസം ചെയ്താൽ
അയാളുടെ അക്കൗണ്ട് ഗ്യാരണ്ടിയാണ് വാഷ് ഔട്ട് ആയിട്ടുണ്ടാവില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ എത്ര ശതമാനം കൊടുക്കും? മാക്സിമം 1%, 2% നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമായിരിക്കും. ഈ 1 or 2% കൊടുത്താൽ നിങ്ങൾ വാഷ് ഔട്ട് ആകണമെങ്കിൽ, ഇപ്പോൾ 1% സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്ന ആളാണെങ്കിൽ വാഷ് ഔട്ട് ആകണമെങ്കിൽ 100 ട്രേഡ് കണ്ടിന്യൂസ്ലി അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവണം. അപ്പോൾ 100 ട്രേഡ് കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. നിങ്ങളത് കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി ചെയ്താൽ പോലും എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് വെച്ചു, 2 സൈഡും ലോക്ക് ചെയ്തു, അതിനുശേഷം നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല, എല്ലാ ദിവസവും നിങ്ങളത് ഇട്ടിട്ട് പോവുക. എന്നിരുന്നാൽ പോലും ഈ സാധനം ഒരിക്കലും 100 days സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന കണ്ടിന്യൂസ്ലി അടിക്കാൻ പറ്റത്തില്ല. കാരണം പല ട്രേഡർമാരും പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കുന്ന മാക്സിമം 7-8 ദിവസങ്ങളിലാണ്. അതായത് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക്. അത് തന്നെ ഏതൊരാൾക്കും മാർക്കറ്റിൽ സംഭവിക്കാനുള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ലൈവായിട്ട് കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കുന്നത് മാക്സിമം ഒരു 7 ദിവസം, അത്രേ നമുക്കും സംഭവിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ടാർഗറ്റ് അടിച്ചപ്പോഴും 6 ദിവസമൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. സോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെയാണ്. അത് ആ മാർക്കറ്റിൻ്റെ എന്താ പറയുക ഒരു പീരീഡിൽ അതൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഇപ്പോൾ നമ്മൾ ഡിസിപ്ലിനോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ചില അവസരങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വിട്ടു നിന്ന കഥയൊക്കെ മറ്റുള്ള ട്രേഡേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഞാനിതിപ്പോൾ വിട്ടു നിൽക്കേണ്ടതാണ് മാർക്കറ്റിൽ നിന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ തന്നെ നമ്മളൊരു ഡിസിപ്ലിനോടുകൂടെ ഇതുപോലെ നോട്ട് എഴുതി വെച്ച് ട്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിസ്ക് റിവാർഡിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, സ്ട്രാറ്റജിയിലല്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് അറിയാം. സ്ട്രാറ്റജി മാത്രം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്തു തരുന്നുണ്ടാകും. അതേപോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, ഇന്ന് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഏരിയയാണ്. സോ ദാറ്റ് അടുത്ത ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്താണെന്നൊരു വീഡിയോയും കൂടെ ചെയ്തു തരുന്നുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.